നമുക്കിന്നൊരു ചിക്കൻ ബിരിയാണി തയ്യാറാക്കി നോക്കാം. അതിലേക്ക് ഉള്ളി പൊരിക്കാൻ ആവശ്യമായ ഓയിലാണ് ഒഴിക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. 3 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ 2.5 സവാള പൊരിച്ചെടുക്കുക. 2 സവാള പൊരിച്ച് അതിൽ പകുതി എടുത്ത് പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായ നെയ്ച്ചോറ് തയ്യാറാക്കാം. അതിലേക്ക് ഓയിൽ നെയ്യ് എടുത്തതിന് ശേഷം ഉള്ളി സ്പൈസസ് ഇട്ടിട്ട് വാട്ടാൻ വെക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ 5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 10 കപ്പ് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഉള്ളി ഇവിടെ ഒരു സെറ്റ് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി അടുത്ത സെറ്റും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതാകുമ്പോഴേക്കും ജസ്റ്റ് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും അത് ഗോൾഡൻ കളറായി വന്നപ്പോഴേക്കും അത് മാറ്റി വെച്ചു. അപ്പോഴേക്കും നമ്മുടെ ഇവിടെ നെയ്ച്ചോറിന് വെള്ളം വെച്ചിരുന്നു, അതൊന്ന് തിളച്ച് വന്നു. അതിലേക്ക് അരി ആഡ് ചെയ്ത് വെക്കാം. വെള്ളം വെച്ചപ്പോഴത്തേന് ഉപ്പ് ആഡ് ചെയ്തിരുന്നു കേട്ടോ. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള മസാല തയ്യാറാക്കാം. ആദ്യം ഉള്ളി പൊരിക്കാൻ വെച്ചിരുന്ന നെയ്യ് ഓയിലുണ്ടല്ലോ, അതുകൊണ്ട് തന്നെയാണ് മസാല തയ്യാറാക്കുന്നത്. ഒരു ഹാഫ് ഉള്ളി ഞാൻ മസാല തയ്യാറാക്കാൻ വേണ്ടി വഴറ്റാൻ വേണ്ടി വെച്ചിരുന്നു. അത് ഏകദേശമൊക്കെ വാടി വന്നപ്പോഴേക്കും 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലേശം കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പം കുക്ക് ചെയ്യുമ്പോൾ കല്ലുപ്പാണ് ഇപ്പം ടേസ്റ്റ് കൂടുക. അതുകൊണ്ട് കല്ലുപ്പ് ഇടാൻ ശ്രദ്ധിക്കാം. 2 വലിയ തക്കാളിയാണ് ഇട്ടിട്ടുള്ളത്. ചെറിയ തക്കാളി ആണെങ്കിൽ അതിലേക്കൊരു 3-4 തക്കാളി ഇട്ട് കൊടുക്കാം. ഇവിടെ വലിയ 2 തക്കാളി, ഒരു 1.5 പിടി മല്ലിച്ചപ്പ് പുതിന ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒരു 6 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഫുള്ളായിട്ട് 6 പച്ചമുളകും 6 പച്ചമുളക് ചതച്ചതും, അങ്ങനെ മൊത്തം 12 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ചതച്ചത് 6 പച്ചമുളക് ഇട്ട് കൊടുക്കാം. മൂന്ന് ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. നമ്മൾ ആദ്യം പൊരിച്ച് വെച്ചിരുന്നതിന് ലേശം ഉള്ളി മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം പൊരിച്ചതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. 2.5 വലിയ സവാള പൊരിക്കാൻ വെച്ചിരുന്നു, ലേശം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള ലെമൺ ജ്യൂസ്, ഒരു ലെമണാണ് എടുത്തിട്ടുള്ളത്, അതിൻ്റെ ജ്യൂസ് അതിലേക്ക് ആഡ് ചെയ്തു. നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് വേഗം വെക്കാം. അപ്പോഴേക്കും നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ല കുക്കായി കയറിയിട്ട് നിൽക്കുന്ന നെയ്ച്ചോറ് സെറ്റായിട്ടുണ്ട്. ഒരു 8-10 മിനിറ്റ് ആയപ്പോഴത്തേന് നമ്മുടെ ചിക്കൻ്റെ മസാലയും ബിരിയാണി മസാലയും ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട്. നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബിരിയാണി അതിലേക്ക് നെയ്ച്ചോറ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു പകുതി ഭാഗം ഇട്ടതിന് ശേഷം അതിലേക്ക് നെയ്യ് ഗരം മസാല ഒക്കെ ഇട്ടിട്ട് അടുത്ത പകുതി കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും നെയ്യ് ഗരം മസാല ലേശം മല്ലിച്ചപ്പ്, പിന്നെ നമ്മൾ മാറ്റി വെച്ചിരുന്ന ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. ഉള്ളി വറുത്തും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 5-6 മിനിറ്റ് നമുക്ക് ദം ചെയ്യാൻ വെക്കാം. ചെറിയ തീയിലിടണം കേട്ടോ. ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം.
നമ്മൾ സെർവ് ചെയ്യാൻ വെക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടുതൽ മസാലയൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയതാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഞങ്ങളുടെ ഇന്നത്തെ റമദാൻ സ്പെഷ്യലാട്ടോ. ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയാം. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ.